ആ രീതിയിലാണ് ഇന്ന് മക്കൾ മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ മക്കളുടെ സ്റ്റാറ്റിസ്റ്റിക്സിനെ നിങ്ങൾക്ക് ഇനിയൊന്ന് പറയുകയാണ്. 2024 യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാര്യവട്ടം ക്യാമ്പസിലെ അറബിക് ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികൾ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി. സുന്ദരമായ ഒരു പ്രോജക്റ്റ്. നല്ലതാ കേൾക്കണേ. സുന്ദരമായ ഒരു പ്രോജക്റ്റ്. എന്താണ് പ്രോജക്റ്റ് അറിയോ? The influence of social media among youngsters. ഇന്ന് നമ്മളിതാ ഇരിക്കുന്ന ഈ മക്കളുണ്ടല്ലോ, ഇവരുടെ അടുക്കൽ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, ഇവരയക്കുന്ന സ്നാപ്പുകൾ, ഇതിന്റെ ഇൻഫ്ലുവൻസ്. ഞാൻ എത്രയോ പ്രോജക്റ്റുകൾ ഒപ്പിടുന്നവനാണ്, എത്രയോ PhD തീസിസുകളുടെ ലാസ്റ്റ് റൗണ്ട് ഗൈഡായിട്ട് പോകുന്നതാണ്, എത്രയോ പ്രോജക്ട് റിപ്പോർട്ടുകൾ ഞാൻ സൈൻ ചെയ്യുന്നതാണ്. ഓരോ റിപ്പോർട്ട് ഞാൻ എന്റെ പച്ചമശി പേന ഉപയോഗിച്ച് സൈൻ ചെയ്യുമ്പോൾ എന്റെ മനസ്സിലൊരു സമാധാനമുണ്ട്, എന്റെ മനസ്സിൽ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ജീവിതത്തിൽ വിറങ്ങലടിക്കുന്ന കൈകളോടുകൂടി ഞാൻ ഒപ്പിട്ട ഒരു പ്രോജക്ട് റിപ്പോർട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ മീഡിയ among youngsters in Trivandrum. തിരുവനന്തപുരം ജില്ലയിൽ യങ്സ്റ്റേഴ്സ് ആയ സോഷ്യൽ മീഡിയയിലുള്ള അവരുടെ ഇൻഫ്ലുവൻസ് ഞെട്ടലോടെ. ഇനിയെങ്കിലും നമ്മൾ ഓരോരുത്തരും ആ സത്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് കേൾക്കണോ? 80% തിരുവനന്തപുരത്ത് ജീവിച്ചിരിക്കുന്ന 80% ഓരോ കുട്ടിയുടെയും ഇൻസ്റ്റാ പ്രൊഫൈൽ വെച്ചിട്ടുള്ള പ്രൂഫില് അവർ എഴുതിയിരിക്കുകയാണ് 80% പേരുടെ ബയോ. ഈ ബയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ? ഇൻസ്റ്റഗ്രാമില് നമ്മളെ മക്കൾ അവരെ കുറിച്ച് എഴുതി. ഐ ആം എ ഡാൻസർ, ഞാനൊരു ഡാൻസുകാരനാണ്. ഐ ആം എ സിംഗർ, ഞാനൊരു പാട്ടുകാരനാണ്. ഞാൻ ഐ ആം എ സ്വിമ്മർ, ഞാൻ നന്നായിട്ട് നീന്തുന്ന ആളാണ്. ഇങ്ങനൊക്കെ നമ്മൾ എഴുതാറുണ്ട്. അതുപോലെ അവർ എഴുതിയിരുന്ന വാക്കെന്ന് അറിയോ? ഐ ആം ആൻ എക്സ് മുസ്ലിം, ഞാൻ ഒരു പൂർവ്വകാല മുസ്ലിം. ഇതാണ് പറയുന്നത്. എന്താണ് അതിന് കാരണം? കാരണം വിശുദ്ധ റമദാൻ ഒന്നെത്തും. ആ റമദാൻ ഒന്നെത്തുമ്പോ ബാക്കിയുള്ളവർ പള്ളിയിലേക്ക് പോകും. ഇവർ ക്യാൻറ്റീനിൽ നിന്ന് പൊറോട്ടയും ചിക്കനും കഴിക്കും. ആരും ചോദിച്ചു പോകരുത്, മോനെ നിനക്ക് നോമ്പില്ലേ? കാരണം ഐ ആം എൻ എക്സ് മുസ്ലിം, ഞാനൊരു പൂർവ്വകാല മുസ്ലിമാണ്. ഞാൻ ഈ പറയുന്നത് വഴിയോരത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല. കേരള യൂണിവേഴ്സിറ്റിയിലെ അറബിക് ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് തയ്യാറാക്കിയ ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള സാധനങ്ങൾ പറയണം. ഐ ആം എൻ എക്സ് മുസ്ലിം, ഞാനൊരു പൂർവ്വകാല മുസ്ലിം മാത്രമാണ്. ഇനി എനിക്ക് അതിലേക്ക് പോകാൻ ഏറ്റവും നല്ല അച്ചടക്കമുള്ള, ഉമ്മമാരെ വേണ്ട രീതിയിൽ നോക്കാൻ വേണ്ടി പഠിപ്പിച്ച ഏറ്റവും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള മതത്തിന്റെ അവസ്ഥയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നമുക്ക് എന്ത് വേണം? നമുക്ക് നോക്കാം. ഒരു മിനിറ്റ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും. എല്ലാവരും എല്ലാവർക്കും ഈ ചെയർ കാണാൻ പറ്റുന്നുണ്ടോ? ഒരു ചെയറുണ്ട്, എത്രയേ ഉള്ളൂ. പക്ഷെ കാണാൻ പറ്റുന്നുണ്ടോ? ശരി. ലേശം നിശബ്ദമാകാമോ എല്ലാവർക്കും? ബാക്കിലെ അമ്മമാരൊന്ന് ശ്രദ്ധിക്കാമോ? ശരി. നിങ്ങളുടെ എല്ലാവരുടെ മക്കളെയും നിങ്ങൾ ഈ കസേരയിൽ ഇരുത്തിയാണ്. പ്രായം 50 ആയിക്കോട്ടെ, ഇരുത്തിയോ? മക്കളെ, കൊച്ചുമക്കളെ കാണാൻ കഴിയുന്നുണ്ടോ? മക്കള് സന്തോഷമായിട്ടിരിക്കണം, ഇങ്ങനെ ഇരിക്കണം. ഒന്നും പറയേണ്ട സാർ. ശരി. ഇനി ഞാൻ പറയുന്നത് കൊച്ചുമക്കളെ സ്കൂളിൽ വിടുന്ന ഓരോ ഉപ്പമാർ ശ്രദ്ധിക്കേണ്ട ഗൗരവമുള്ള സൈക്കോളജിയാണ്. ഈ 9 വയസ്സ് പ്രായമുള്ള ഒരു പെൺ മോളാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും വിചാരിക്കും. ഇനി ഞാൻ 100% തെറ്റായ ചിന്ത, തെറ്റായ പ്രവൃത്തിയുള്ള 100% തെറ്റായിട്ടുള്ള ഒരാളാണ് ഞാൻ. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഈ മകളുടെ അടുത്ത് വരാൻ പോവാണ്.
ഞാൻ ശരിയാ തെറ്റാണ് സങ്കല്പിക്കുന്നത്. ഞാൻ ഈ മോളുടെ ചുമലിലൊന്ന് കൈവച്ചു. നമ്മളില്ലാതെ നമ്മുടെ മക്കൾ ഒറ്റയ്ക്കാവാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അങ്ങനെ ഒരു സാധ്യതയും നമ്മുടെ മോൾ ഇരിക്കുകയാണ്. വേറെ ആരുമില്ല, മോൾ മാത്രം. ഞാനോ 100% തെറ്റായിട്ടുള്ള ഒരാളുമാണ്. ഞാനിങ്ങനെ വന്നു മോളെ തോളിലിങ്ങനെ കൈവച്ചു. അത് മാത്രമെങ്കിലും താങ്ങാൻ കെൽപ്പുള്ള ആരെങ്കിലും ഉണ്ടാകും? ഇല്ല. ഞാൻ 100% തെറ്റായിട്ടുള്ള ഒരാളാണ്. ഞാനിങ്ങനെ കൈവച്ചു. അപ്പൊ ആ മോള് നിഷ്കളങ്കതയോടുകൂടി എന്നെങ്ങനെ നോക്കി. നിഷ്കളങ്കതയുള്ള ആ മുഖത്തിനെ കാണാൻ എനിക്ക് കഴിയില്ല. എന്റെ ഉള്ളിലുള്ള മൃഗമാണ് എണീറ്റത്. ഞാൻ എന്റെ കൈ കുറച്ച് ഉള്ളിലേക്ക് കിടത്തി. താങ്ങാൻ കൈക്കുള്ള ആരെങ്കിലും ഉണ്ടാവും? ഇല്ല. ഇനി ശ്രദ്ധിക്കണം. ഞാൻ ഷോൾഡറിൽ വെച്ച കൈ ലേശം ഞാനൊന്ന് ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോ മകളുടെ ബ്രെയിൻ പെട്ടെന്ന് ആക്ടിവേറ്റ് ആവും. ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്, 1 സെക്കൻഡ് കൊണ്ട് മകളുടെ ബ്രെയിൻ ആക്ടിവേറ്റ് ആവും. മകളുടെ ബ്രെയിൻ ഒരു സാധനം ഇങ്ങനെ തട്ടും. എന്താണ് ആ സാധനം അറിയോ? ഉപ്പാട സ്പർശനം. ആരുടെ സ്പർശനം? ഉപ്പാട സ്പർശനം. എന്റെ ഉപ്പ എന്നെ കുളിപ്പിച്ചിട്ടുണ്ട്. എന്റെ ഉപ്പ എന്നെ കൂടെ കിടത്തി ഉറക്കിയിട്ടുണ്ട്. എന്റെ ഉപ്പ എനിക്ക് ഉടുപ്പ് മാറി തന്നിട്ടുണ്ട്. പക്ഷേ ഇതേപോലെ ഒരു സ്പർശനം എന്റെ ഉപ്പ എന്നെ തൊട്ടിട്ടില്ല. ഇത് തെറ്റാണ്, ഇയാള് തെറ്റുകാരനാണ് എന്ന് മകളുടെ ബ്രെയിൻ ഒറ്റ സെക്കൻഡ് കൊണ്ട് പറഞ്ഞു. നിഷ്കളങ്കമായി നോക്കിയവൾ ക്രൂരമായി നോക്കി. എന്നിട്ട് ആ കൈയെടുത്ത് ഒരൊറ്റ എറിഞ്ഞിട്ട് അവൾ നീക്കി. സിനാരിയോ നമ്പർ 1, ആദ്യത്തെ കേസ് ശ്രദ്ധിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ കേസ്. ഞാനിങ്ങനെ വന്നു. ഞാൻ ശരിയാ തെറ്റാ? തെറ്റ്. ഞാനിങ്ങനെ കൈവച്ചു. ആ കൈ തെറ്റിൽ നിന്ന് വലിയ തെറ്റിലേക്ക് പോയി. ഉടനെ മകളുടെ ബ്രെയിനിൽ നിന്ന് തൊട്ടാൻ തുടങ്ങി. 1 മിനിറ്റായി, 1 സെക്കൻഡായി, കിട്ടുന്നില്ല. 30 സെക്കൻഡായി, കിട്ടുന്നില്ല. 1 മിനിറ്റായി, കിട്ടുന്നില്ല. സമയം ഇങ്ങനെ മുമ്പോട്ടേയിരിക്കുന്നു. അങ്ങനെ ഒരുപാട് സ്പർശനം ആ മകളുടെ ബ്രെയിനിലില്ല. കാരണം ജനിച്ചത് മോളാണെന്ന് അറിഞ്ഞത് മുതൽ 100 പവനും സ്ഥലവും മേടിക്കാൻ ഈ ഉപ്പ ഓടാൻ വാങ്ങി. മോളെ ഒന്ന് അടുത്തിരുത്തിയിട്ടില്ല, ഒന്ന് ഓമനിച്ചിട്ടില്ല, ഒന്ന് കുളിപ്പിച്ചിട്ടില്ല, ഒന്ന് കൂടെ ഇരുന്ന് കളിച്ചിട്ടില്ല. ആ ഉപ്പാട സ്പർശനം, ശരിയുടെ സ്പർശനം അവളുടെ ബ്രെയിനിൽ ഇല്ല. എന്ത് ചെയ്യും ബ്രെയിൻ? അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകും. അത് കിട്ടിയില്ല. അങ്ങനെ ഒരു ഉപ്പാട സ്പർശനം ഇല്ല ബ്രെയിൻ. ഉമ്മമാരെ ശ്രദ്ധിച്ച് കേൾക്കും. ആ മകൾ രണ്ടാമത്തെ സിനാരിയോയിൽ പോകും. എന്താണ് രണ്ടാമത്തെ സിനാരിയോ? ബ്രെയിനിൽ സെറിബെല്ലത്തിന്റെ ഒരു ഏരിയ ഉണ്ട്, സീറ്റ് ഓഫ് സെക്ഷൽ പ്ലഷേഴ്സ്. അത് ആ 9 വയസ്സുകാരി ഇതുവരെ അനക്കേണ്ടില്ലാത്ത ഏരിയയാണ്. ആ ഏരിയ പെട്ടെന്ന് ആക്ടിവേറ്റ് ആവും. ആ മോൾക്ക് ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത, ആ പ്രായത്തിൽ അനുഭവിച്ചു കൂടാത്ത ആ ഏരിയ ഓപ്പൺ അപ്പ് ആവും. പുതിയ ഒരു അനുഭൂതിക്ക് വേണ്ടി കൗതുകത്തോടുകൂടി ആ ആളെ നോക്കിയിട്ട് ആ മോൾ അങ്ങനെയിരിക്കും. ആ മോള് ചെയ്യുന്ന ആള് തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോകും. ആ മോൾക്ക് പ്രതികാര ശക്തിയില്ല. എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാതെ ആ മകൾ അന്തം വിട്ടവിടെ ഇരുന്നു. അയാൾ എന്തൊക്കെ ആവശ്യപ്പെടുന്നു അത് മുഴുവൻ ആ മകൾ ഇരുന്നു. ഇനി എനിക്ക് ഉമ്മമാരോടാണ് ചോദ്യം, ഉപ്പമാരോടാണ് ചോദ്യം. നമ്മുടെ മക്കൾ ആദ്യത്തെ പോലെ എണീറ്റ് ഓടണോ, രണ്ടാമത്തെ പോലെ ഇരുന്നു കൊടുക്കണം? പറയും. അങ്ങനെ ഓടണമെങ്കിൽ ഇന്ന് കോളേജുകളിൽ പഠിക്കുന്ന, ഞാൻ എന്റെ കോളേജിൽ 1200 പേരുണ്ടെങ്കിൽ 1200 പേരുമായി അഭേദ്യ ബന്ധമുള്ള ഒരാളാണ് ഞാൻ. മക്കളെ എൻ്റെ അടുത്ത് വന്ന് നന്നായി അവരുടെ കഥകൾ പറയും. കാരണം കേൾക്കാൻ വേറെ ആളില്ല. അങ്ങനെ അവരൊന്ന് പറയും, നശിച്ചതിന്റെ, കീറി മുറിക്കപ്പെട്ടതിന്റെ കഥകൾ ഞാൻ കേൾക്കും. നിക്കാവണിഞ്ഞ കുട്ടികളുടെ അവസ്ഥ പോലും ഇങ്ങനെയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അവരുടെ ശരീര
മൂല്യങ്ങളുടെ പ്രാധാന്യം അവരെ പഠിപ്പിക്കേണ്ടത് നിങ്ങൾ ക്ലാസ് എടുത്ത് കൊടുത്തിട്ടല്ല. തീർച്ചയായും മനസ്സിലാക്കണം. 100 മണിക്കൂർ മക്കളെ ക്ലാസ്സിൽ എത്തിയിട്ട് കാര്യമില്ല. ഒരു പെൺ മോൾ, ആ മോളുടെ ശരീരത്തിനെ കുറിച്ച് അവൾക്ക് എന്തെങ്കിലും ബോധമുണ്ടെങ്കിൽ അവൾക്ക് പറയാൻ ഒരു ഏറ്റവും നല്ല ഉപ്പ ഉണ്ടായിരിക്കണം. ഉപ്പുണ്ടായിരുന്നു. ഇവർക്ക് ധാരാളം ഫാമിലി കൗൺസിലിങ്ങിന് ചില ഉമ്മമാർ വരും. സാധാരണ മക്കൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ കൊടുക്കുന്നുണ്ട്. ബെസ്റ്റ് എഡ്യൂക്കേഷൻ, ഏറ്റവും ബെസ്റ്റ് ഫെസിലിറ്റീസ്, ഏറ്റവും ബെസ്റ്റ് ക്ലോതിങ്, ഏറ്റവും ബെസ്റ്റ് ഫുഡ് എല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തിനാ അവർക്ക് ഉപ്പ ഇല്ല? നിനക്ക് കൊടുക്കാൻ പറ്റാത്ത ധാരാളം കാര്യങ്ങൾ അവളുടെ ബ്രെയിനിൽ സ്വമേധയാ പതിയപ്പെടും. ആ സ്ട്രോങ്സ്റ്റ് ഉപ്പയെ ഓരോ ഉമ്മയും കൊടുക്കും, നിർബന്ധമായി കൊടുക്കും. അല്ലയോ ഉമ്മമാരെ, നിങ്ങൾ കൊടുക്കുന്ന ബിരിയാണിയേക്കാൾ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ജീവിതത്തിനേക്കാൾ സന്തോഷവാനായ, ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയ, സ്ട്രോങ്സ്റ്റ് ആയ ഉപ്പയെ ഓരോ ഉമ്മയും മക്കൾക്ക് കൊടുത്തിരിക്കണം, നിർബന്ധം. ഇനി ആൺമക്കൾ, പാവങ്ങൾ, പെൺമക്കൾക്ക് പിന്നെയും ഉമ്മമാരുണ്ട്. പ്രായപൂർത്തിയായ പറഞ്ഞു കൊടുക്കും, മോളെ എങ്ങനെയാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. ഈ ആൺമക്കൾക്ക് പ്രായപൂർത്തിയാവൂലേ? ഉമ്മമാരൊക്കെ ഉത്തരം പറയുന്നത് ആവൂല്ലേ? ഇതെങ്ങനെ അവരറിയും? അതൊക്കെ നമുക്ക് പോയി പറയാൻ പറ്റുമോ? എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ആൺമക്കളുടെ അവസ്ഥ ഉണ്ട്. ഈ അവസ്ഥ കേൾക്കുന്നതിനാണ് ഞാൻ എന്ത് ചെയ്യണം? അവർ ആരോട് പറയണം? അവർക്ക് തോന്നുന്ന വികാരങ്ങളെ എന്ത് ചെയ്യണം? അക്കങ്ങനെ പോകും സാർ, പോകുന്നില്ല. ഉമ്മമാരെ, ശിക്ഷണത്തിന്റെ രീതികൾ മാറ്റണം. ഒരു മഹാനായ ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹിയെ മദ്ഹബുകളിൽ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയ ഇമാമെന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ, നമ്മൾ ഓരോരുത്തരും ഫോളോ ചെയ്യുമ്പോൾ, മഹാനായ ഇമാം അംബലി റഹ്മത്തുള്ളാഹി, മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ ഇവർക്കൊക്കെ ഏറ്റവും നല്ല ഉമ്മമാരുണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം, നന്നായി മനസ്സിലാക്കണം. അതുകൊണ്ട് മക്കളെ വളർത്തുന്നത് അതൊരു ഹോബിയല്ല, അത് ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. അപ്പൊ ആ തിരിച്ചറിവിന്റെ ആദ്യത്തെ ഒരു കാര്യം പുണ്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉപ്പമാരെ, ഉമ്മമാരെ, അറ്റ്ലീസ്റ്റ് നാളെ വന്ന പ്രവാചകനെ നേരിട്ട് കാണുമ്പോ, പ്രവാചകരെ ഖുർആൻ പഠിപ്പിക്കാൻ കഴിയില്ല, പ്രവാചകർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, പക്ഷെ നിന്നെ ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്, നിന്റെ ചര്യയെ ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്, ഇത് മാത്രമെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മക്കൾക്ക് മാത്സ് അറിയാമോ? കണക്ക് അറിയോ? ഫിസിക്സ് അറിയോ? അറിയാം. സയൻസ് അറിയോ? അറിയാം. അതൊക്കെ നമ്മളാണ് പഠിപ്പിച്ചു കൊടുക്കുക. നേരെ സ്കൂളിൽ വിട്ടു, പോരാ. ട്യൂഷൻ സാറിനെ വിട്ടു, പിന്നെയും പോരാ. സൈലം, പിന്നെയും പോരാ. പിന്നെ എജുപോൾ, അതൊന്നും പോരാ. പിന്നെ MS സൊല്യൂഷൻ, അതും പോരാ. കണ്ണീ കണ്ട ഓൺലൈൻ ചാനൽ എല്ലാം നമ്മൾ മേടിച്ചു. നമ്മളെ മക്കളെ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ചോദ്യം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, കുടുംബത്തിലെ ഹാഫിലിങ്ങളുണ്ടോ? ഹാഫിലിങ്ങൾ മക്കള് 1, 2, 3, 4 വർഷം ഹാഫി വസ്തുക്കളുണ്ടോ? പെൺമക്കൾ ഹാഫിലത്തായ പെൺമക്കൾ വരണ്ടേ? നമുക്ക് വരണ്ടേ? ഹാഫിലത്തായ ഒരൊറ്റ മോള് 1000 സാധാരണ മക്കളെക്കാൾ മികച്ചതായിരിക്കും. നിങ്ങൾ എഴുതി വെച്ചോളൂ. എന്റെ പ്രിയങ്കരിയായ ഭാര്യ, ഞാൻ ഇതൊക്കെ നിങ്ങളടുത്ത് സംസാരിക്കുമ്പോഴും എന്റെ മക്കളെ നോക്കുന്നതിൽ ഏറ്റവും ജാഗരൂകരായിരിക്കുന്നത് എൻ്റെ വൈഫാണ്. കാരണം എൻ്റെ വൈഫുമായി എൻ്റെ മക്കൾ സ്പെൻഡ് ചെയ്യുന്ന സമയം
ഞാൻ എൻ്റെ കോളേജ് 17 സ്ഥാപനങ്ങളാണ് ഈ വിനീതൻ അള്ളാഹു നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിൽ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉണ്ട്, പോളിടെക്നിക് ഉണ്ട്, ITI ഉണ്ട്, CBSE സ്കൂൾസ് ഉണ്ട്, സ്റ്റേറ്റ് സ്കൂൾസ് ഉണ്ട്. ഈ 17 സ്ഥലത്തിൻ്റെ ശ്രദ്ധ എത്തണം. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വരും. വീട്ടിൽ വരുമ്പോൾ ഞാൻ വളരെ തളർന്നിട്ടാവും ചിലപ്പോൾ. ആ തളർന്നിട്ടുണ്ടാവും എൻ്റെ മക്കൾ ഓടി വരും. എന്നിട്ട് പറയും, പക്ഷേ ഇന്ന് പഠിപ്പിച്ചത് ഓതി കേട്ടിട്ടാ. ഞാൻ പറയും, ഒന്നുകൂടെ. അപ്പം ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിരിക്കും. ഇന്നലെ ഞാൻ കേട്ടൊരായിരുന്നു. ഇന്നലെ ഞാൻ ലേറ്റ് നൈറ്റാണ്, മെനഞ്ഞാണ്. ഇന്ന് രാവിലെ ഇന്നലെ എനിക്ക് ഡൽഹിയിലേക്ക് പോകണമെന്ന് മെനഞ്ഞാന്ന് രാത്രി ഞാൻ പെട്ടെന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞ് വന്നപ്പോൾ മക്കളിങ്ങനെ വന്നിട്ട് ആവശ്യം സാധനം കേട്ടിട്ടാ. എന്നിട്ട് ഇങ്ങനെ ഓടി. فَفَهَّمْنَاهَا سُلَيْمَانَ وَكُلًّا آتَيْنَا حُكْمًا وَعِلْمًا وَسَخَّرْنَا مَعَ دَاوُودَ الْجِبَالَ يُسَبِّحْنَ وَالطَّيْرَ وَكُنَّا فَاعِلِينَ. അല്ലാഹു എനിക്ക് ഇരട്ട മോനാണ് തന്നത്, ഇരട്ട 2 പെൺമക്കൾ. ആ മക്കൾ ഇങ്ങനെ ഓതിയിട്ട്, പക്ഷി അള്ളാഹു ഭൂമിയിൽ ഏറ്റവും നല്ല സ്വരം നൽകിയത് ദാവൂദ് നബി അലൈഹിസ്സലാമാണെന്ന് പറയുന്നത് ഉള്ളതാണ്. സത്യം പറഞ്ഞാൽ അന്ന് രാത്രി ഞാനിങ്ങനത്തെ സംഭവം ഞങ്ങളോട് പങ്കുവെക്കണം. ഞാനിങ്ങനെ 2 മക്കളെ ചേർത്ത് കാണിച്ചു. ഞാൻ ദുആ ചെയ്തത്, പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് ഈ ദീർഘായുസ്സുള്ള ആഫിയത്ത് കൊടുക്കുന്നതാണ്. അതിനേക്കാൾ സുന്ദരമായ ഒരു നിമിഷം എനിക്ക് തരാനെങ്കിൽ എനിക്ക് തോന്നുന്നു. ഞാൻ അത്രമേൽ എൻ്റെ ഭാര്യയെ ഇഷ്ടപ്പെട്ടു ആയതുകൊണ്ട് പ്രിയപ്പെട്ട ഒപ്പമാരെ അമ്മമാരെ പ്രവാചകനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിച്ചിൽ കഴിഞ്ഞാൽ, രണ്ടാമത്തത് നമ്മൾ അവരെ ദീനിൻ്റെ ഇസ്തിഖാമത്തിലായിക്കൊണ്ട് ഞാനിങ്ങനെ 5, 4, 3, 2, 1 പോകുന്നത്. അതിൽ 5ാമത്തെ വിഷയം പ്രവാചകനെ നന്നായി പരിചയപ്പെടുത്തി. 4ാമത്തെ വിഷയം അവരെ തയ്യാറെടുപ്പിച്ചു. 3, 2, 1 വളരെ വേഗം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തേ, സമയത്തിൻ്റെ ഒരു പരിമിതി ഉണ്ടാവുന്നു. 4ാമത്തെ കാര്യം, വീട്ടിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ ഒരു ഇസ്ലാമിക് കൾച്ചർ ഡെവലപ്പാണ്. അപ്പൊ ചൊല്ലി എന്താണ്? മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വീട്ടിൽ അദ്ദേഹം വയോവാർദ്ധക്യമെത്തി ശരീരത്തിൽ നിന്നും ബ്ലഡ് പോകുന്ന ഒരവസ്ഥയുണ്ട്. കിടപ്പിലായിരുന്നു. തന്റെ ശിഷ്യൻ, അന്ന് ജീവിച്ചിരുന്ന മഹാപണ്ഡിതൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു ചോദ്യം ചോദിച്ചു. മഹാനവനെ എന്തെങ്കിലും കാര്യം നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവിടെ നിന്ന് പറഞ്ഞത്, ഞാൻ ഖുർആനുൽ ഫജ്ർ മിസ് ചെയ്യുന്നു. അതിരാവിലെ പ്രഭാതത്തിൽ ഞാൻ ഓതിക്കൊണ്ടിരുന്ന ഖുർആനുൽ ഫജ്ർ നമുക്ക് അതുപോലെ ഓതാൻ കഴിയുന്നു. ആയതുകൊണ്ട് ഇവിടെ നിന്നും ഓരോ ഉമ്മയും വൈകിയിട്ടില്ല, ഒട്ടും വൈകിയിട്ടില്ല. ഉപ്പമാർ നമ്മുടെ വീടുകളിൽ ഖുർആനുൽ ഫജ്ർ ഉണ്ടാകണം. ഫാദർ ഓഫ് മോഡേൺ സൈക്കാട്രി ഡോക്ടർ നോർമൻ വിൻസൻ പീൽ അദ്ദേഹത്തിനോട് ഒരു വലിയ വേദിയിൽ വെച്ചിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. Sir, can you give me the best in order to develop confidence amongst our students? ഞങ്ങളുടെ മക്കൾക്ക് കോൺഫിഡൻസ് വെക്കാൻ ഒരൊറ്റ മൂല്യം പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ കാരണവന്മാർക്കാണ് ആ കോൺഫിഡൻസ് കൂടുതൽ, അതോ ഇന്നത്തെ മക്കൾക്കാണ്? നമ്മൾ ഇന്നത്തെ മക്കളെ ഒന്ന് സ്റ്റേജിൽ തള്ളി വിട്ടാൽ അവർ മുന്നോട്ട് പോകും. ഞാനൊന്നൊരു ഉത്തരം പറയാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടി. ഇപ്പൊ സാധാരണ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുമ്പം നമ്മുടെ കൊച്ചു മക്കൾ നേരെ പതിയെ സ്റ്റേജിലേക്ക് വരും. എന്നിട്ടിങ്ങനെ നമ്മൾ നോക്കും. നമ്മളൊന്നും മിണ്ടിയില്ലെങ്കിൽ പതിയെ 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 അവൻ കയറും. പുതിയ ഉണ്ടെങ്കിൽ അടുത്തൊക്കെ ഇങ്ങനെ ചെന്ന് നിൽക്കും. ചിലപ്പോൾ പാട്ടിട്ടിരിക്കുകയാണെങ്കിൽ ചെറുങ്ങനൊന്ന് ഡാൻസൊക്കെ ചെയ്യും. ആണോ അല്ലയോ? ശരി, പ്രായം 10 വയസ്സിൽ ഇരിക്കട്ടെ, അല്ലെങ്കിൽ 7 വയസ്സിൽ ഇരിക്കട്ടെ. ഈ മകൻ വലുതായി 15 പോവോ? പോവില്ല. 20 ഒട്ടും പോവില്ല എന്നാണ് നന്നായിട്ട് പറയുന്നത്. 25 പിന്നെ നമ്മൾ വിളിക്കുന്ന കല്യാണത്തിനേ വരില്ല.
ഇനി നമുക്ക് തിരിച്ചു വരാം. സ്വമേധയാ 7 വയസ്സിൽ സ്റ്റേജിൽ കയറാൻ കോൺഫിഡൻസ് ഉള്ളവരെ നമ്മൾ വളർത്തി, സ്കൂളിൽ വിട്ട് പഠിത്തം കൊടുത്ത് അവന്റെ കോൺഫിഡൻസ് മുഴുവൻ നശിപ്പിച്ചു. ഇതിനാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം ഒരു മകളുടെ ആകെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്കായി. അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? വീട്ടിൽ നമുക്കൊരു വീടുണ്ടോ? തീർച്ചയായും ആ വീട്ടിന്റെ വിളക്കുമ്മമാരാണ്, ഉമ്മിച്ചന്മാരാണ്. ഒറ്റ തീരുമാനം, എന്റെ വീട്ടിൽ സുബഹിക്ക് ശേഷം 9 വയസ്സിന് ശേഷം പ്രായപൂർത്തി 9 വയസ്സിന് ശേഷമുള്ളവർ എന്റെ വീട്ടിൽ സുബഹിക്ക് ശേഷം ഉറങ്ങില്ല. തീരുമാനം എടുക്കാൻ പറ്റുമോ? നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കാം സാർ, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ തീരുമാനങ്ങൾ ബുദ്ധിമുട്ടായി ഇല്ല, കാര്യമില്ല. എന്റെ വീട്ടിൽ 9 വയസ്സിന് ശേഷം ആരും സുബഹിക്ക് ശേഷം ഉറങ്ങൂല എന്ന് തീരുമാനം എടുത്ത ബുദ്ധിമുട്ടാവുക? ഒരിക്കലും. ഞാനിങ്ങനെ ഒരു ക്ലാസ്സൊക്കെ എടുത്തിട്ട് ഒരു വലിയൊരു കുടുംബ സദസ്സായിരുന്നു. നമ്മുടെ നാട്ടിൽ കുടുംബ സദസ്സുകൾ ഇതേപോലെ വളരെ കുറവാണ്. അൽഹംദുലില്ലാ ഇങ്ങനെ ഒരു കുടുംബ സദസ്സ് നിങ്ങൾ വിളിച്ചു കൂട്ടി എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം, അങ്ങേയറ്റ സന്തോഷം. അല്ലാഹു ബഹുമാനപ്പെട്ട ഹാജാകൾ ഉൾപ്പെടെയുള്ള ഇതിൻ്റെ എല്ലാ സംഘടകർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാണ്. പക്ഷെ മലബാറിൽ അങ്ങനെയല്ല. മലബാറിൽ 2000 പേര് ഇരിക്കുന്ന ഹാളിലാണ് വിളിക്കുക, മുഴുവൻ ആൾക്കാരായിരിക്കും. അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ ഒന്ന് സംസാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങാം. ഒരു ഉമ്മച്ചി ഏകദേശം എൻ്റെ മുന്നിൽ ഇരിക്കുന്നവരുടെ പ്രായം ഉണ്ടാവും. മക്കളെടാ എനിക്ക് കൗതുകം തോന്നും. ഞാൻ നിന്ന് മോനെ ഒന്ന് വരുമോ? അപ്പൊ ഞാനിങ്ങനെ ഓടി കളിച്ചെന്ന് അവർക്ക് എണീക്കാൻ പോലും വയ്യ. ആൾക്കാർ എങ്ങനെയോ കൊണ്ടുവന്ന് നിർത്തിയിരിക്കാം. അപ്പോൾ ഓരോരു ചോദ്യം എന്നോട് ചോദിച്ചു, മോനെ എൻ്റെ റൂമിൽ തൊട്ടിപ്പത്താണ് എൻ്റെ കൊച്ചുമോൾ. അവൾ 12ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ ഓളെ രാവിലെ എണീപ്പിക്കാൻ വേണ്ടി പോകും. പക്ഷെ ഓളെ ഞാൻ ഉറങ്ങണമാണ്. ആ മുതൽ കാണുമ്പോൾ എനിക്ക് എണീപ്പിക്കാൻ തോന്നുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? ഏറെക്കുറെ നമ്മളൊക്കെ അവസ്ഥ ചെയ്തല്ലേ. രാത്രി ഒരുപാട് നേരം ഇന്ന് പഠിച്ചതാണ് സാർ. അവളെ ദേശം കൂടെ ഉറങ്ങിക്കോ. ഉമ്മമാരെ ഞാനൊരു ഒറ്റ സിനാനം എന്നൊക്കെ പറഞ്ഞുതരാം. മോളെ എണീപ്പിക്കാൻ വേണ്ടി പോവാൻ, മകനെ എണീപ്പിക്കാൻ വേണ്ടി പോവാണ്. അവനിങ്ങനെ പറിച്ചിട്ട് നന്നായി നിഷ്കളങ്കമായ ഉറങ്ങാൻ നമുക്ക് എണീപ്പിക്കാൻ തോന്നൂല. ഈ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ചൊക്കെ. എണീപ്പിക്കാൻ വേണ്ടി പോയി ഷീറ്റിന്റെ അറ്റത്ത് എങ്ങനെയോ ചെറുങ്ങനെ തീ പിടിച്ചു. എന്റെ മോൻ ഉറങ്ങിക്കോട്ടെ വിചാരിക്കും. എന്ത് ചെയ്യും? അല്ലാഹുവേ എന്ന് പറയുമ്പോൾ വിളിക്കും. ആണല്ലേ? എന്നിട്ട് ഓടിച്ചെന്ന് മോനെ എടുത്തപ്പോൾ ഓടും. ഷീറ്റിന്റെ അറ്റത്ത് കത്തിയ ചെറിയ തീ പോലും തങ്ങളുടെ മക്കളെടുത്ത് സ്പർശിക്കുന്നതിന് നമുക്കൊരു ബുദ്ധിയുണ്ട്. എങ്കിൽ നരകത്തിന്റെ ആഴിക്കത്തുന്ന തീ നാം മരണപ്പെട്ടു. അങ്ങനെ ഒരു തീ ഇല്ല എന്നുള്ളൊരു ചിന്തയിലായിപ്പോയി. മക്കള് സുബഹിക്ക് കടന്നുറങ്ങുമ്പോ ഓരോ ഉമ്മയുടെയും ഓരോ ഉപ്പയുടെയും മുന്നിൽ ആ ഒരൊറ്റ ആഴിക്കത്തുന്ന തീ നിങ്ങൾക്ക് കാണാൻ പറ്റണം. നേരെ അടുപ്പിച്ചത്. ഇനി നമ്മളെ ഉമ്മമാരെ വിളിച്ചെണീപ്പിക്കുന്ന ഒരു രംഗമുണ്ട് ഇല്ലേ മക്കളെ? മക്കളുണ്ടാവാത്ത ഒരു 7th സ്റ്റാൻഡേർഡ് അബവ് മക്കൾ നമ്മളെ മക്കളെ പ്രത്യേകിച്ച് മലയാളി പാരൻസ് ഇങ്ങനെ വിളിക്കും, മുനടാ എണീക്കടാ. പിന്നെ അവസാനം നമ്മുടെ അറ്റ കൈ നമ്മളൊന്നും ചെയ്യില്ല, നേരെ ചെന്ന് ഫാൻ ഓഫാക്കിയിട്ടില്ല. അപ്പം തനിയെ എണീക്കും. ഇതൊന്നും ഇല്ലെങ്കിൽ രണ്ടാമതൊരു രീതിയുണ്ട്. നേരെ ചെന്ന് ഡോറ് ഉറങ്ങുന്നതാണ്. സ്കൂൾ ബസ് വരാൻ ടൈം ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ ഒരു നിലവിളി അമ്മമാരെ ഒരിക്കലും ചെയ്യരുത്. അതിരാവിലെയുള്ള സമയം ഞാൻ ഏറ്റവും ചുരുക്കി പറഞ്ഞുതരാം. ഒരു ഗിഫ്റ്റായിട്ട് നിങ്ങൾ കൊണ്ടുപോകണം.
നിങ്ങളുടെ മക്കളുടെ കൂട്ടത്തിൽ സമയം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എങ്കിൽ ഈ 4 സമയങ്ങളെ നിങ്ങൾ പാഴാക്കരുത്. അത് ചെയ്യുമോ? എത്ര സമയം? 4 സമയം. 1, എണീക്കാൻ നേരം. ഏറ്റവും വലിയ സൂപ്പർ കമ്പ്യൂട്ടർ 10 തലമുറയുടെ ഡേറ്റ, അതായത് ഏകദേശം 100 ടെറാബൈറ്റ്, 1000 ജിഗാബൈറ്റ് ആണ് ഒരു ടെറാബൈറ്റ്. 100 ടെറാബൈറ്റ്, അതായത് 10 തലമുറയുടെ രേഖ ഒരു സൂപ്പർ കമ്പ്യൂട്ടറിന് സൂക്ഷിക്കാൻ പറ്റും. ആ സൂപ്പർ കമ്പ്യൂട്ടർ ഓൺ ചെയ്താൽ ഏകദേശം 1 മിനിറ്റ് എടുത്തേ ഫ്രണ്ട് സ്ക്രീൻ വരുള്ളൂ. നമ്മളെ മക്കൾ ഉറങ്ങാണ്, ഞാൻ ഉറങ്ങണം. അവരാ എണീക്കുന്ന സമയം നിലവിളിക്കരുത്, അവിടെ അട്ടഹസിക്കരുത്, അവന്റെ ഷീറ്റിനെ വലിച്ചൂരരുത്. നേരെ നടത്തി ചെല്ലണം, തലേന്ന് ഇങ്ങനെ കഥോടണം, എന്നിട്ട് പറയണം, മോനെ എണീക്കും. നന്നായിരിക്കും സാർ. വെള്ളം ഒഴിച്ചിട്ടും എണീക്കുന്നില്ല, പിന്നെയാണ് തലോടൻ. എണീക്കും. സംശയമുണ്ടോ? ഉണ്ട് സാർ. ഇനി ഞാനൊരു ദിവസം പറഞ്ഞുതരാം. മക്കളെല്ലാം നാളെ രാവിലെ സുബഹി നിസ്കരിച്ചിട്ട് നമ്മൾ മൂന്നാർ പോവാണ്. എവിടെ? മൂന്നാർ പോവാണ്. മക്കൾ കിടന്നോ? നമ്മളിങ്ങനെ എണീപ്പിക്കാൻ ചെല്ലുമ്പോ മോനടാ പോവണ്ടേ? ഇല്ല അമ്മച്ചി, കുറച്ചുകൂടെ ഉറങ്ങിക്കോട്ടെ പറയൂ. അതിനാ ഉറങ്ങിയാലല്ലേ എണീക്കുള്ളൂ. രാവിലെ മൂന്നാറാണെന്ന് അറിയാൻ നടക്കണ്ടോ? മൂന്നാറ് രാവിലെ പോകണമെന്നൊരു ലക്ഷ്യം നിങ്ങൾ കൊടുത്തു, അതുകൊണ്ടാണ് അവൻ എണീറ്റത്. ജീവിതത്തിൽ അവൻ എവിടെയാണ് എത്തേണ്ടതെന്ന് ലക്ഷ്യം നിങ്ങൾ കൊടുത്തില്ല, ആയതുകൊണ്ട് ഞാൻ 3ാമത്തെ കാര്യത്തിലേക്ക് വരികയാണ്. ഉമ്മമാരെ, ഉപ്പമാരെ, മക്കൾക്ക് 2 ലക്ഷ്യങ്ങൾ നിങ്ങൾ കൊടുക്കണം. അതിലാദ്യത്തത് എഡ്യൂക്കേഷൻ ഗോൾ. അവര് പഠനത്തിൽ ആരായിത്തീരണം. ഇന്ന് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന മക്കളുള്ളവർക്ക് എഞ്ചിനീയറിംഗ്, ഓക്കെ, മെഡിസിൻ അമ്മമാരൊക്കെ ലോ, അഡ്വക്കേറ്റ്, ഫാർമസി, മെഡിക്കൽ റിലേറ്റഡ്, അതൊക്കെ അമ്മമാരെ നമുക്ക് പഠിപ്പിക്കുന്നില്ലേ? ഒന്നിനും കൈകൊടുക്കുന്നില്ല. ആർട്സ് ആൻഡ് സയൻസ് ഉണ്ടാവും, BA, BCom. ശരി, നമ്മൾ കുടുംബം വിട്ടും താഴെ വിട്ടും അല്ല പഠിപ്പിക്കേണ്ടത്. തിരുവനന്തപുരത്തിൽ, കേരളത്തിൽ 1 രൂപ ചെലവില്ലാതെ മക്കൾക്ക് ഏറ്റവും മികച്ച സ്കോളർഷിപ്പ് നൽകി പഠിപ്പിക്കാൻ ഇവിടെ സെന്റേഴ്സ് ഉണ്ട്. ആ സെന്ററുകളിൽ മക്കളെ കൊണ്ടുപോകണം. മെഡിസിൻ ഡോക്ടറാണെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നേരെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജ് എയിംസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ്, AFMC, ഇങ്ങനെയുള്ള സ്ഥാപനത്തിൽ നമ്മുടെ മക്കളെ കൊണ്ടുപോകണം. അതിനവിടെ പഠിക്കണം. 1 രൂപ ചെലവ്. ഇനി AFMC-യിലാണെങ്കിൽ 1 മാസം നിങ്ങൾക്ക് തുണി കഴുകാനുള്ള പൈസ പോലും സ്റ്റൈപ്പൻഡായിട്ട് അങ്ങോട്ട് നാട്ടിലേക്ക് തിരിച്ചെത്താനുള്ള ട്രെയിൻ ടിക്കറ്റ് അവരെടുത്ത് തരും. അങ്ങനെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. ഇനി 2ാമത്തെ കാര്യവും 1ാമത്തെ കാര്യം പറഞ്ഞു, മക്കൾക്ക് എഡ്യൂക്കേഷൻ ബോർഡ് കൊടുക്കുന്നതിനോടൊപ്പം ആരായിത്തീരണം. അതാണ് എൻ്റെ ലാസ്റ്റ്. ആരായിത്തീരണം. മോനെ, നിനക്ക് കളക്ടറാവണോ? മൂന്നാറും പൊന്മുടിയും കാശ്മീരും ശംഖുമുഖവും കോവളത്തൊക്കെ മക്കളെ കൊണ്ടുപോകാറുണ്ട്. മക്കളെ കൈ നേരെ പിടിക്കണം. ഒരു ദിവസത്തിൽ നേരെ കളക്ടറേറ്റ് കൊണ്ടുപോകണം. എന്നിട്ട് രാവിലെ 9:30 മണിക്ക് മോനാണ് നിർത്തണം. 9:30 മണിയാകുമ്പോഴത്തേക്കും പെട്ടെന്ന് സെക്യൂരിറ്റി ഓഫീസേഴ്സ് എല്ലാം ഇറങ്ങി വരും. ഒരു ഇന്നോവ കാറോ ഒരു വലിയ കാറോ വന്ന് നിൽക്കും. ജില്ലാ കളക്ടർ എഴുതിയിരിക്കും. ഒരുപാട് പേരുണ്ടാവും. വന്ന് കഥവ് തുറന്നു കൊടുക്കും. 2 പ്രൈവറ്റ് സെക്രട്ടറീസ്, 1 പേഴ്സണൽ അസിസ്റ്റന്റ്, 3 പേരുടെ അകമ്പടിയോടുകൂടി ഡിസ്ട്രിക്ട് കളക്ടർ പോകും. 1000കണക്കിന് പേരാണ് നിൽക്കുന്നത് കാണും. ഇതൊക്കെ അവനെ കാണിച്ചു കൊടുക്കണം. അവനെ കാണിച്ചു കൊടുക്കുമ്പോൾ അവന്റെ താവണമെന്ന് ബോധ്യമില്ല. പിന്നെ അവൻ കളക്ടർ പോലെ ഇരിക്കും. പിന്നെ അവൻ IPS ഓഫീസറിനെ പോലെ ഇരിക്കും. ഓരോ രാവിലെയും എണീക്കാൻ അവന് കാരണമുണ്ടാക്കും. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് വിനീതന്റെ വാക്കുകൾ നിർത്തുന്നു. ഉപ്പമാരെ വീട്ടിൽ ഖുർആനുൽ ഫജ്ർ
ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. തീർച്ചയായും പ്രഭാതത്തിൽ ഓതപ്പെടുന്ന ഖുർആൻ മലക്കുകളുടെ സാക്ഷ്യം വഹിക്കുന്നു. നമ്മുടെ വീട്ടിൽ മലക്കുകൾ വരട്ടെ, നമ്മുടെ വീട്ടിൽ മലക്കുകൾ വരട്ടെ. പ്രഭാതത്തിൽ മക്കളെ എണീപ്പിക്കും. കുറച്ചു നേരം ഒരു 5 മിനിറ്റ് ഖുർആൻ പാരായണത്തിലാകും. അവരെ ദീനീ ബോധമുള്ള മക്കളാകും. അവർക്ക് എവിടെയാണ് എത്തേണ്ടതെന്ന് ദിശാബോധം കൊടുക്കും. ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന കുടുംബ സംഗമങ്ങളിൽ ഏറ്റവും കൂടുതൽ IAS ഓഫീസേഴ്സ് വേദിയിൽ അങ്ങനെയുള്ളവർ വരട്ടെ. കുടുംബങ്ങളിൽ നിന്ന് ഹാഫിളീങ്ങളെ വരട്ടെ, ഹാഫിളത്തുകളെ വരട്ടെ. ഹാഫിളീങ്ങളെയും ഹാഫിളത്തുകളെയും ആദരിക്കപ്പെടുന്ന ചടങ്ങുകൾ വരട്ടെ. അല്ലാഹു ഈ ലക്കാ കുടുംബത്തിനെ സ്വീകരിക്കുമാറാകട്ടെ. എനിക്കറിയാൻ കഴിഞ്ഞത് അൽഹംദുലില്ലാഹ് ഒരു വലിയ ദർസ് കിട്ടുന്നുണ്ട്. അതിലൊക്കെ നമ്മൾ ഭാഗവത്താകണം. ഏത് വലിയ നന്മയാണോ ഉള്ളത് ആ നന്മയുടെ ഒക്കെ ഭാഗവത്താകണം. എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അതൊക്കെ ചെയ്യണം. ചെയ്യുന്നതാണ് നമ്മുടെ കൂടെ വരുന്നത് എന്ന ഓർമ്മ നമുക്ക് കൊണ്ടുപോകാം. തീർച്ചയായും നമുക്ക് പള്ളിക്കാട്ടിലേക്ക് സന്തോഷമായ ഒരു യാത്ര പോകാം. ആ യാത്രയിൽ ഭൂമിയുടെ പ്രതിനിധികളായ മക്കളെ അതിനെ അനുയോഗ്യമാക്കിക്കൊണ്ട് മക്കളെടാ പോയിട്ട് വരാം അസ്സലാമു അലൈക്കും എന്ന് പറയാൻ ഓരോ ഉമ്മയ്ക്കും ഓരോ ഉപ്പയ്ക്കും ഹെൽപ്പ് ഉണ്ടാകുന്ന രീതിയിൽ ജീവിക്കാനുള്ള മഹാ സൗഭാഗ്യത്തിന് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ ഈ ഒരുമിച്ച് കൂടെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ ഓരോരുത്തരുടെയും മക്കളെ ആനന്ദത്തിൻ്റെ കുളിർമയാക്കി അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. പ്രത്യേകിച്ച് ഇങ്ങനൊരു പ്രോഗ്രാം അത് സംഘടിപ്പിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് സംഘാടകർക്ക് മാത്രമാണ് അറിയുന്നത്. അതിന് അല്ലാഹു പകരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ എല്ലാ സത്തുദ്ദേശങ്ങളെയും അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഹാഫിളീങ്ങളെയും ഹാഫിളത്തുകളെയും ഏറ്റവും നല്ല ഉമ്മത്തിന് റെസ്പെക്റ്റഡ് പൊസിഷനിലുള്ള ഡെസ്റ്റിനേഷൻസ് ഉള്ള മക്കളെ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷേ ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നെല്ലാം കഴിവുകൾ ചോദിച്ചു. അതെല്ലാം നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്നതിനാ. എന്തെല്ലാം ശരീരത്തൊക്കെ കാവൽ കഴിയിട്ടോ ആ ശരീരത്തൊക്കെ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ കാവൽ നൽകി അനുഗ്രഹിക്കുന്ന തമ്പുരാനെ. പക്ഷെ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കി തന്നെയല്ലാ, സ്വാലിഹാത്തുകളാക്കി തന്നെയല്ലാ. ഞങ്ങളുടെ മക്കളെയും ഞങ്ങളെയും നീ സ്വീകരിക്കുന്ന തമ്പുരാനെ. പക്ഷെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരു നീറുന്ന ഒരു ഏറ്റവും വലിയ ആവശ്യമുണ്ട്. ഗണിയായ മുഗ്നിയായ ഭക്താവായ അല്ലാഹുവേ നീ അത് നടത്തിച്ചേർന്ന കുടുംബ ബന്ധങ്ങളെ ചേർക്കുന്നവൻ, ചാർച്ചയെ ചേർക്കുന്നവന് ദീർഘായുസ്സും ഏറ്റവും വലിയ അനുഗ്രഹങ്ങളും നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള തമ്പുരാനെ ഞങ്ങൾ ഈ യോജിച്ച് ഈ ഒരു മഹത്തായ ഒരു സംരംഭത്തിൽ നിങ്ങൾ നിന്നോട് കൈനീട്ടുന്നതാക. ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളെയും ഹാസിലാക്കി നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ നീ മാപ്പാക്കി നിന്റെ ദീനുൽ ഇസ്ലാമിനെ ഹയാത്താക്കുന്ന സജ്ജനങ്ങളിൽ ഇന്നു മുതൽ നിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. ربنا تقبل منا انك انت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا كما ربنا صغارا. آمين. سبحان ربك رب العزة عما يصفون. سلام على المرسلين. الحمد لله رب العالمين. ഇന്ന് നിങ്ങളുടെ മുന്നിൽ വലിയ വാക്കുകൾ സംസാരിക്കാൻ ക്ഷണിക്കപ്പെട്ട പ്രിയപ്പെട്ട സദസ്സൽ ഉൾപ്പെടെയുള്ള എല്ലാ സംഘാടകർക്കും ഒരുപക്ഷെ ക്ലാസ്സുകളൊന്നും അങ്ങനെ കേട്ടിട്ടില്ലാത്ത, അങ്ങനെ ഇരുന്ന ശീലമില്ലാത്ത നിങ്ങൾ ഓരോരുത്തരും ഇത്രയും നേരം അച്ചടക്കത്തോടെ കേൾവിയോടെ ഇരുന്നതിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നടത്തുന്നു. അസ്സലാമു അലൈക്കും.